Good morning. Greet in Jesus' name. Welcome to TF. നമ്മൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1 ആണ്. പിന്തുടരാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭജനമില്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ പിതാവ് വെക്കുന്നത് 18 years. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് 18 വയസ്സാണ് പ്രായപൂർത്തിയാണ്. 18 വയസ്സാകുന്ന ദിവസം ഇവന് ഇതിൻ്റെ മുഴുവൻ അവകാശം. അതുവരെ ഒരു കെയർ ടേക്കറിൻ്റെ കീഴിൽ നമ്മൾ ഇവിടെ കാണുന്ന ഈ മാതാപിതാക്കന്മാരൊക്കെ മരിച്ചു പോകുന്ന പലവരെയും കോടതി ഒരു സിസ്റ്റം ഉണ്ടാക്കും, ഒരു കെയർ ടേക്കറെ കൊടുക്കും. ഇവർക്ക് പ്രായപൂർത്തിയാകുന്നവരെ ഇവരുടെ ആ ഫണ്ടും ഇവരുടെ സ്വത്തുക്കളും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു അഡ്വൈസർ പോലെ മാനേജ് ചെയ്യേണ്ട ഈ മാതാപിതാക്കൾക്ക് പകരമായിട്ട് മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. കാരണം ഇത് ശിശുവാണ്, ഇവന് തിരിച്ചറിവില്ല. അപ്പം ഇതിൻ്റെ ഒരു ആത്മീയ എന്ന് പറയുന്നത് നമ്മൾ എന്നും സ്പിരിച്വൽ ബേബീസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ മച്യൂരിറ്റിയിലോട്ട് വരാൻ പറ്റത്തില്ല. നമ്മൾ ആ അവകാശിയിൽ നിന്ന് നമുക്ക് പേരേ ഉള്ളൂ. വാസ്തവമായിട്ട് നമ്മുടെ അവകാശം നമ്മൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ പ്രാപിക്കണമെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയാകും. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളും കർത്താവിൻ്റെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ചെയ്തേക്കുന്ന കാര്യങ്ങളും എല്ലാം ഫുള്ളി നമ്മുടെ അവകാശമായിട്ട് മാറണം, നമ്മുടെ അനുഭവമായിട്ട് മാറണമെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ വർഷങ്ങളായിട്ട് സഭയിൽ വന്നിട്ട് ഇന്നും ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ പാസ്റ്റർമാരെ വിളിക്കുകയും അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ പറയുകയും ഓടി അവരെ കാണാൻ പോവുകയും അവരെ കൊണ്ട് തലയെ കൈവപ്പിക്കുകയും ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, അവർ നമ്മളെ കർത്താവിൽ വളർത്തുക. ഞാൻ ഒരിക്കലും ആരെയും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാൻ എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവും അവർ വിശ്വസിക്കുന്ന കർത്താവും ഒന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. പിന്നെന്താ വ്യത്യാസം? അപ്പോൾ നമ്മളെപ്പോഴും ആ പക്വതയിലേക്ക് വരണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, അവകാശികളാണ് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴാണ്? പ്രായപൂർത്തിയാകുമ്പോഴാണ് വരുന്നത്. സ്പിരിച്വൽ മച്യൂരിറ്റി വരുമ്പോഴാണ് നമുക്ക് ആ ബോധ്യം വരുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമില്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ദേവാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണ്ടെന്നോ അല്ല എൻ്റെ അർത്ഥം. സ്വന്തമായിട്ട് ഒരു കർത്താവുമായിട്ടൊരു ബന്ധമില്ലാതെ വരരുത്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആദി കയറുന്നതും നമ്മൾ ഈ ദേവാസന്മാരുടെ തപ്പിപ്പോകുന്നു. അതിന് മാറ്റം വേണം. നമ്മുടെ കൂടെ കർത്താവുണ്ടല്ലോ, ഈസ് ഇൻ ഫുൾ കൺട്രോൾ. കർത്താവിന് പരിഹരിക്കാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യം കർത്താവ് അറിയാതെ അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക്. എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെറിയ പ്രതിസന്ധികൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒന്ന് കുലുക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കുലുക്കുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കർത്താവ് അറിയാതെ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ബിക്കോസ് ഐ ബിലോങ് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവനെ രക്ഷിതായിട്ട് സ്വീകരിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, യേശു ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞാൽ വി ബിലോങ് ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ വിശ്വസിച്ചു, കർത്താവിനോട് ചേരാൻ സ്നാനം പറ്റവരായ നാം അവനും ഒന്നാം. നമ്മൾ തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫുൾ കൺട്രോൾ കർത്താവിൻ്റെ കയ്യിലാണ്. കടിഞ്ഞാൻ കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവ് ചിലപ്പോൾ അത് അയച്ചു കൊടുക്കും, ചിലപ്പോൾ അത് മുറുകെ പിടിക്കും, ചിലപ്പോൾ ഇടത്തോട്ട് തിരിക്കും. പക്ഷേ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ വെറുതെ നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകും. കാരണം കർത്താവ് അറിയാതല്ലേ സംഭവിച്ചു. ഉറപ്പാണ്. കർത്താവ് അറിയാതെ, കർത്താവിന് അനുവാദം കൂടാതെ പിശാചിന് ഒരു ദൈവത്തിനെ തൊടാൻ പറ്റില്ല. തൊടാൻ മാറി എന്നൊക്കെ പേടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉമ്മാക്കി കാണിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ അലർന്ന സിംഹത്തെ പോലെ അവൻ അലറി ചുറ്റി നടക്കുന്നുണ്ട്. പക്ഷെ താഴെ പറയാ, റെസിസ്റ്റ് ദ ഡെവിൾ. പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. ആരെ? വീക്കായിട്ടുള്ളവരെയാണ് നോക്കുന്നത്. പക്ഷെ വചനം പറയാം അടുത്തത്, റെസിസ്റ്റ് ദ ഡെവിൾ, ഹംബിൾ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിക്കുക. ദെൻ റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ. അവൻ ഓടിപ്പോകും. അപ്പോൾ പിശാചിനുള്ള സ്ഥാനം, ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പിശാചിനുള്ള സ്ഥാനം അത്രയേ ഉള്ളൂ. ഒരു ദൈവത്തിൽ ഉറച്ചു നിന്നാൽ, ആ കർത്താവിൻ്റെ ആ ബലത്തിൽ താന്നു നിന്നുകൊണ്ട്, യേശുവാണ് എൻ്റെ കർത്താവെന്ന് ഉറപ്പിച്ചുകൊണ്ട് കാലുറപ്പിച്ച് കടക്കടാപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടിപ്പോകുന്ന പറഞ്ഞാൽ, അല്ലല്ല പിന്നെ റെസിസ്റ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്. കാരണം ഇതെന്താ നമ്മൾ തിരിച്ചറിയാത്ത? നമ്മൾ സ്പിരിച്വൽ ബേബീസ്. ഞാൻ പറഞ്ഞില്ലേ, സലാലയിലെ ആ പയ്യൻ എന്താ ഓടിപ്പോയിക്കൊണ്ടിരുന്നത്? അവന് തിരിച്ചറിവായില്ല, അവന് പ്രായപൂർത്തിയായില്ല. വാസ്തവത്തിൽ അവൻ ആരാണെന്ന് അവനൊന്ന് അറിഞ്ഞാൽ മതി.
അപ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. പിശാച് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ പിശാച് അവൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് റെസിസ്റ്റ് ദ ഡെവിൾ, അവനോട് എതിർത്ത് നിൽപ്പിൻ. എതിർത്ത് നിൽക്കുന്ന നമ്മുടെ ശക്തി കൊണ്ടല്ല കേട്ടോ. കർത്താവ് നമുക്ക് സർവായുധവർഗം തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് പിശാചിൻ്റെ പേര്. അവനെ കാൽക്കീഴിലാക്കി ചവിട്ടി മെതിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഇനി നീ ചവിട്ടിക്കോളാൻ പറഞ്ഞു. അവൻ്റെ സർവായുധവർഗം വെച്ച് കീഴടക്കി. അവൻ്റെ ആയുധമൊന്നുമില്ല, തന്ത്രങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളിതൊന്നും അറിയാതെ ഇപ്പോഴും നമ്മൾ സ്പിരിച്വൽ ബേബീസായിട്ട് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഉടനെ മറ്റുള്ള ദേവാസന്മാർ പുറകെ ഓടുക. എന്തിനാണ്? നമ്മുടെ അടുത്ത് ഇരിക്കുക, വെപ്പൺസ് ഇരിക്കുക, അത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർ പുറകെ പോകുക. നിങ്ങളുടെ വെപ്പൺ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രോ അപ്പ്. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താനും കാര്യസ്ഥം സംരക്ഷണം. നമ്മുടെ കാര്യം ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾ കടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്. കർത്താവിനെ അറിഞ്ഞ ശേഷവും വലിയ വ്യത്യാസം വന്നില്ല. കാരണം സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടാകേണ്ടതുപോലെ പ്രൊപ്പോർഷനേറ്റ്. ഒന്ന് ആലോചിക്കുക, എത്ര വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട്? കാലം നോക്കി കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് ആകേണ്ടതാണ്. ഇപ്പോഴും ബേസിക് പാഠങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കേണ്ടി വരിക. ഞാൻ ഓർത്തടയും പേടിക്കും, കർത്താവിനെ ഇരിക്കും.